ചേട്ടനാ എന്നോട് പറഞ്ഞത് ഇവിടെ വന്ന അർച്ചന മാഡത്തിനെ കണ്ട് ഈ കത്ത് കൊടുത്താ മതിയെന്ന്. അതിനുവേണ്ടി വന്നതാ ഞാൻ. ഒന്ന് വായിച്ചു നോക്കണം. അല്ല, ഇതാരാ? ഇതാരാ? പ്രവീണല്ലേ, വിജയുടെ ഭാര്യ? അതെന്താ അർച്ചന ഇവള് പുറത്തു നിർത്തിയത്? വാ, അകത്തേക്ക് വാ. വേണ്ട മാഡം, ഇത്രയും കാലം മാഡത്തിനൊപ്പം ചങ്കും പറിച്ച് കൂടെ നിന്നിട്ടും അവസാനം ഞങ്ങളുടെ ചങ്ക് പറിച്ചു കളഞ്ഞിട്ട് നിന്റെ ഭർത്താവ് പോയി. എന്നിട്ടും ഞങ്ങള് വേറൊന്നും ചെയ്തില്ല. അവനെതിരെ പോലീസിൽ പരാതി പോലും കൊടുത്തില്ല. കാരണം നിന്നെ നിന്റെ മക്കളെ ഓർത്തിട്ടാ. ലക്ഷങ്ങളുടെ തിരിമറിയാ വിജയ് നടത്തിയത്. നന്നാവാൻ പല അവസരങ്ങളും കൊടുത്തതാ പ്രവീണ. പക്ഷേ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന സ്വഭാവം അയാളുടേത്. മാഡം, വിജയ് ആരോ എന്തോ ചെയ്തതിന് ഞങ്ങൾക്കാർക്കും മനസ്സാ വാച ഒരു ബന്ധവും ഇല്ല. പിന്നെ നീ സങ്കടപ്പെടണ്ട. ഞാൻ സച്ചി അച്ഛനുമായിട്ട് ആലോചിച്ച് കുറച്ചു പണം നിന്റെ അക്കൗണ്ടിലിടാം. മനുഷ്യപ്പറ്റെന്നൊന്നും ഉണ്ടല്ലോ. അതൊന്നും വേണ്ട ഞങ്ങൾക്ക്. മാഡം, ഈ കത്തൊന്ന് വായിക്കണം പ്ലീസ്. ഇത് മാഡത്തിന്റെ കൈ തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. അവന്റെ ഒരു കത്ത് വെറുതെ ഓരോ തോന്നിവാസങ്ങൾ എഴുതി പിടിപ്പിച്ചിരിക്കായിരിക്കും. എനിക്ക് വിഷമമൊന്നുമില്ല മോളെ. വിജയ് എന്ന ആളും അയാളുമായിട്ട് ബന്ധപ്പെട്ട എന്തും ഞാൻ എന്റെ മനസ്സിനെ കളഞ്ഞു. ചേച്ചി കൊള്ളാലോ, നൈസായിട്ട് കത്ത് കൈക്കലാക്കിയല്ലേ? അതാണ് നേരം എന്ന് പറയുന്നത്. അവൻ ആർക്ക് കൊടുക്കാനാണോ കൊടുത്തുവിട്ടത് ആ ആളുടെ കയ്യിൽ നിന്നും ഞാൻ നേരിട്ടിങ്ങി വാങ്ങി. നോക്കട്ടെ ചേച്ചി, ഞാൻ വായിക്കാം. റെസ്പെക്റ്റഡ് അർച്ചന മാഡം, ഞാൻ ഈ കത്തെഴുതുന്നത് എൻ്റെ നിരപരാധിത്വം തെളിയിക്കാനല്ല. നെല്ലിശ്ശേരിയിലെ അവന്തിക എന്ന കൗശലക്കാരിയായ മരുമകളുടെ തനിനിറം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ്. ഞാനിന്ന് ജീവച്ഛവമായി ആശുപത്രി കിടക്കുക. അതാരാ ചെയ്യിച്ചതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. അവന്തിക കഴിഞ്ഞ പല വർഷങ്ങളായി നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് തട്ടിയെടുത്ത കോടിക്കണക്കിന് രൂപയുടെ വിവരങ്ങൾ അതെൻ്റെ പക്കലുണ്ടായിരുന്നു. അത് അവന്തിക ഗുണ്ടകളെ വിട്ട് തട്ടിയെടുത്തു. ഞാനന്ന് ഫോണിൽ നിങ്ങളോട് സംസാരിക്കാൻ നോക്കിയിട്ട് കഴിഞ്ഞില്ല. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് അവന്തികയ്ക്ക് ഫയലുകൾ മാത്രമേ കൊണ്ടുപോകാൻ സാധിച്ചുള്ളൂ. അതിൻ്റെ മൊത്തം ഡിജിറ്റൽ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാം. എനിക്ക് നിങ്ങളെ വിശ്വാസമുണ്ട്. ഞാൻ അധികം കാലം ജീവിക്കാൻ സാധ്യതയില്ല. എന്നെ അവന്തികയും കൂട്ടരും കൊല്ലും. നിങ്ങൾ ഈ വിവരങ്ങൾ സേതു സാറിനോടും സച്ചി സാറിനോടും പറയണം. അവരൊക്കെ വളരെ നല്ലവരാണ്. അവന്തിക എന്ന രാജവെമ്പാലെ ഇനിയും നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ സകലവും നഷ്ടപ്പെട്ട് നിങ്ങൾ തെരുവിൽ നിൽക്കേണ്ടി വരും. സേതു സാറിനെയും സച്ചി സാറിനെയും കരുതിയ ഞാൻ പോലീസിലോ ഗവൺമെന്റിലോ പരാതി പറയാതിരുന്നത്. പക്ഷേ ജീവന് ഭീഷണിയുള്ളതുകൊണ്ട് ഞാൻ പോലീസിൽ പരാതി കൊടുക്കാൻ പോവാ. നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കത്ത്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഇത് പുറത്തു വരണം. ചേച്ചി, എന്താ ഇതൊക്കെ? ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടന്നോ? അയാൾ ചേച്ചി എന്താ ചെയ്തേ? ഈ കത്ത് അർച്ചനയ്ക്കാണ് കിട്ടിയിരുന്നെങ്കിൽ എന്താകുമായിരുന്ന അവസ്ഥ?
ഒരു യുദ്ധത്തിനിറങ്ങുമ്പോ സഹാനുഭൂതിയല്ല നമ്മളെ നയിക്കേണ്ടത്. ഞാൻ അവനെ അളവിലും കൂടുതൽ വിശ്വസിച്ച് കൂടെ നിർത്തി. ചതിച്ചു അവൻ. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? വിളിച്ച് മാലയിട്ട് പൂജിക്കണോ? ചേച്ചി അയാള് ചതിച്ചോന്ന് എങ്ങനെ പറയും? ചേച്ചിയുടെ സകല ഇടപാടുകളുടെയും സൂത്രധാരൻ അയാളല്ലേ. അയാൾ ഒരു ഘട്ടത്തിൽ പെട്ടുപോയപ്പോ ചേച്ചിക്ക് അയാളെ സഹായിക്കാൻ പറ്റിയോ? പിന്നെ അയാളെല്ലാം വേറെ ആരാണെങ്കിലും അങ്ങനല്ലേ ചെയ്യാൻ പറ്റൂ? അല്ല, അത് അയാളെ ഏൽക്കണമായിരുന്നു. എന്നാൽ അയാളെ ഞാൻ പൊന്നുപോലെ നോക്കി കൂടെ നിന്നേനെ. അയാൾ ആവശ്യപ്പെടുന്ന എന്തും കൊടുത്തേനെ. ഇപ്പൊ അയാളെ കൊല്ലാറാക്കിയോ ചേച്ചി? ഇന്നു മുതലാ ചേച്ചി ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി? ചേച്ചി ഇത്രയ്ക്കും വലിയ നിർത്ത. എനിക്കെന്താ വേണ്ടെന്ന് എനിക്കറിയാം. അതിനനുസരിച്ച് ഞാൻ കാര്യങ്ങൾ ചെയ്യും. അതിലാരും ഇടപെടണ്ട. പേടി കൊണ്ടാ ചേച്ചി. ഈ ഒരു കത്ത് മാത്രം മതി. ചേച്ചിയും ഞാനും ഒക്കെ ചിലപ്പോ കാലാകാലം ജയിലിൽ കിടക്കും. തട്ടിപ്പ്, വധശ്രമം, ഗൂഢാലോചന, അങ്ങനെ എന്തെല്ലാം വകുപ്പുകള്. ചേച്ചിക്ക് ആരാ ഇങ്ങനെ ബുദ്ധിമോശം ഉപദേശിച്ചായിരുന്നേ? ഈ കത്ത് എന്തോ ഭാഗ്യത്തിന് ചേച്ചിയുടെ കൈ കിട്ടി. ഇതുപോലെ ഇനിയും കത്തുകൾ വന്നുകൂടാന്നില്ലല്ലോ. അത് വേറെ ആരുടെയെങ്കിലും കൈ കിട്ടിയാ അവരത് വായിച്ചാ ഇന്ന് ചേച്ചിയുടെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും കാണുമോ? ഒരു വാക്ക് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ കാണുമോ? നീ കാണോ? അതാദ്യം പറ. നീ കാണോ? സ്വന്തം രക്തത്തിൽ പിറന്ന നീ ഇത്ര ആലോചിക്കുമ്പോ ബാക്കി ആരും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ നിന്റെ കാര്യം മാത്രം നോക്കിയാ മതി. നീ ഒന്നും അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. മനസ്സിലായോ? എന്റെ വഴി എന്താന്ന് എനിക്കറിയാം. നേരത്തെ ആരോ വന്നു പോകുന്ന പോലെ തോന്നിയല്ലോ. ആരായിരുന്നു? അച്ഛാ, അത് മാനേജർ വിജയുടെ ഭാര്യയായിരുന്നു. അവൾ ആരെ കാണാൻ വന്നാ? എന്നെ കണ്ട് സംസാരിക്കാൻ വേണ്ടി വിജയ് പറഞ്ഞു വിട്ടതാ. അവനറിയാം നിന്റെ മുമ്പിൽ വന്ന് കരഞ്ഞാൽ നിന്നെ മനസ്സലിയുമെന്നും അവനെ സഹായിക്കുമെന്നും. എന്നിട്ട് അവൾ എന്തു പറഞ്ഞു? ഹാ, അവര് പാവോ അച്ഛാ. അവൻ വേഷം കെട്ടിച്ച് വിട്ടതാ അവളെ. ആരോ അവനെ ആക്രമിച്ചുവെന്നും ഇപ്പൊ ഹോസ്പിറ്റലിലാണെന്നും അവൻ എന്തൊക്കെയോ രഹസ്യം പറയാനുണ്ടെന്നും അതൊക്കെ അർച്ചനയോട് പറയാൻ വേണ്ടി അവളെ പറഞ്ഞു വിട്ടതാന്ന്. പാവം, അവളെ എന്തെങ്കിലും കള്ളക്കഥകൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അച്ഛൻ അതൊക്കെ കേട്ടോ? ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ അവന് പറയാനുള്ളൂ. അതിൽ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല അച്ഛാ. എനിക്ക് തരാൻ വേണ്ടി ഒരു കത്ത് കൊടുത്തു വിട്ടു. എല്ലാം അതിലുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ആ കത്ത് എവിടെ? ഓ, അതോ? അതിലൊന്നുമില്ല അച്ഛാ. അവന്റെ ഏറ്റുപറച്ചിലും സഹായിക്കണം എന്നുള്ള അപേക്ഷയാ മൊത്തം. അറിയാതെ പറ്റിയതാണ്, ഇത്രയും ദ്രോഹം ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെയാ കത്തില്. അച്ഛന് കാണണോ? വേണ്ട. ഇനി അവൻ എന്ത് പറഞ്ഞാലും തിരിച്ചവനെ കമ്പനിയിൽ എടുക്കണ്ട. അവൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുത്തേക്കണം. ആരുടെയും കണ്ണീരും ശാപവും നമുക്ക് വേണ്ട. വളരെ ദയനീയമാണെന്ന് തോന്നുന്നു അച്ഛാ അവസ്ഥ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കമ്പനിയിൽ കുറച്ചു കാലം ജോലി ചെയ്തതല്ലേ. ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയി നോക്കായിരുന്നു. ഇനി നമ്മൾ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയില്ലല്ലോ. അതൊന്നും വേണ്ട. പിന്നെ അതിന്റെ പുറകെ നടക്കേണ്ടി വരും. ഇപ്പൊ തന്നെ അവൻ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നമ്മളാണ് അവനെ ആക്രമിച്ചതിന് പിന്നിലെന്ന്. പിന്നെ അവൻ പോലീസിലും കോടതിയിലും ഒന്നും പോകാത്തത് അവന് തന്നെ വിനയാകുമെന്ന് കരുതിയ. എനിക്ക് ചില ഡോക്യുമെന്റ്സ് മേഡത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കണം. ഇതിനകത്തുണ്ട് എല്ലാ കാര്യങ്ങളും. നമ്മളാരെന്ന് പരിചയപ്പെടുത്താൻ കൊണ്ടുപോകുന്നത്. അർച്ചനയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോ പെട്ടെന്ന് മനസ്സിലായി. അവൻ നമ്മളോട് കാണിച്ച ചതിക്കും വഞ്ചനയ്ക്കും നമ്മൾ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. ദൈവം എന്നൊരാൾ മുകളിലുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായോ? ഇപ്പോഴൊക്കെ ജോലിയും കൂലിയും അപ്പ തന്നെയാ. എന്റെ മനസ്സ് അത്രമാത്രം വേദനിച്ചു. അതിനുള്ള കൂലി ദൈവം ഉടനെ തന്നെ അവന് കൊടുത്തു. ലോകത്താരവനോട് ക്ഷമിച്ചാലും ഞാൻ ക്ഷമിക്കില്ല അർച്ചനെ. ഞാൻ തന്റെ വീട് എവിടെ നിന്നല്ലേ ചോദിച്ചോളൂ. അതിനിത്ര വളച്ചുറ്റി പറയേണ്ട കാര്യമില്ലല്ലോ.
പറ്റുമെങ്കിൽ നേരെ തന്നെ പറയണം, ഈ സ്ഥലത്താണ് എന്റെ വീട്, എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ. അതൊക്കെ അറിഞ്ഞിട്ടിപ്പോ എന്താ കാര്യം? കാര്യമുള്ളത് കൊണ്ടല്ലേ ചോദിക്കുന്നേ. അതുപോട്ടെ, താൻ ഏത് കോളേജിലാണ് പഠിക്കുന്നതെന്നെങ്കിലും പറഞ്ഞൂടെ? ഇത്രയും സൗഹൃദമായിട്ടും താൻ എന്നിൽ നിന്ന് ഇതൊക്കെ മറയ്ക്കുന്നത് അത്ര നല്ലതല്ല. അപ്പൊ തനിക്ക് എന്തോ ലക്ഷ്യമുണ്ട്. എന്ത് ലക്ഷ്യം? നമ്മൾ തമ്മിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ താങ്കളോട് ഇതുവരെ ഒരു സഹായവും ചോദിച്ചിട്ടില്ല. പിന്നെന്താ ലക്ഷ്യം? ഞാൻ അത്ര കാര്യമൊന്നുമല്ല. ശരി, തനിക്ക് ഒരു ലക്ഷ്യമില്ലായിരിക്കാം. പഠിക്കുന്ന കോളേജെങ്കിലും ഒന്ന് പറയാലോ. അതിപ്പോ അറിഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നേ? എന്റെ കോളേജ് കണ്ടുപിടിച്ച് എന്റെ പുറകെ വന്ന് എന്നെ ശല്യം ചെയ്യാനാണെങ്കിൽ അത് നടക്കില്ല. വെറുതെ എന്നെ വാശി പിടിപ്പിക്കലേ. വേണമെന്ന് വെച്ചാലേ ഈ നിമിഷ നേരം കൊണ്ട് ഞാൻ തന്റെ ജാതകടക്കം കണ്ടുപിടിക്കും. ചേട്ടാ, SRM കോളേജ് വരെ പോണം. യെസ്, SRM കോളേജ് നമ്മുടെ മെയിൻ പോസ്റ്റ് ഓഫീസിനടുത്തുള്ള കോളേജല്ലേ? ദൈവം എന്റെ കൂടെയാണ് മോളെ. അതാണല്ലോ ഞാൻ ചോദിച്ചിട്ടും താൻ പറയാതിരുന്ന കോളേജിന്റെ പേര് താൻ അറിയാതെ തന്നെ എനിക്ക് പറഞ്ഞു തന്നത്. താങ്ക്സ്. എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉള്ള കോളേജാ. അവിടെയാണല്ലേ ഭവതി പഠിക്കുന്നത്. ഇനി താൻ ദിവസങ്ങൾ എനിക്കോ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. എന്ത് ചലഞ്ച്? അത് സസ്പെൻസ് ആയിരിക്കട്ടെ. താൻ എന്നോടൊന്നും പറയാത്ത സാഹചര്യത്തിൽ ഞാനൊന്നും തന്നോട് പറയണ്ടല്ലോ. ഓക്കെ, കാത്തിരുന്ന് കണ്ടോ മോളെ. പ്ലീസ് ഒന്ന് പറ, എന്താ സസ്പെൻസ്? എന്താ പേടി തുടങ്ങിയോ? ഞാൻ സസ്പെൻസ് എന്ന് പറഞ്ഞപ്പോഴും ഇങ്ങനെ പേടിക്കുന്ന ആള് സസ്പെൻസ് നേരി കാണുമ്പോ എന്തായിരിക്കും അവസ്ഥ? അതാണ് പറയുന്നത്, ആമ്പിള്ളേരോട് കളിക്കരുതെന്ന്. ഞാൻ മാന്യമായി എന്തെങ്കിലും ചോദിച്ചാൽ തനിക്ക് പറയാൻ വലിയ പാടല്ലേ? ലെറ്റ്സ് സീ ദ സസ്പെൻസ്. എന്റെ കോളേജ് മനസ്സിലായതുകൊണ്ട് എന്നെ കണ്ടുപിടിക്കുന്നതാണോ ഈ വലിയ സസ്പെൻസ്? ആ, അത് തന്നെ. പിന്നെ വലിയ കാര്യമായിപ്പോയി. കോളേജിന്റെ പേര് കിട്ടിയെന്നും പറഞ്ഞ ഒരു കാര്യമില്ല മോനെ. എന്നെ കണ്ടുപിടിക്കാൻ നിന്നാലേ ചുറ്റി പോത്തേ ഉള്ളൂ. വെല്ലുവിളിയാണോ? അങ്ങനെ വേണേ അങ്ങനെ കൂട്ടിക്കോ. താൻ സീരിയസ് ആയി പറയുന്നതാണോ? പറയുന്നതല്ല, ഒരു ചലഞ്ച് ആയിട്ട് എടുത്തോ. എന്നെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം എടുത്തോ. അങ്ങനെ കണ്ടുപിടിച്ച എനിക്ക് എന്ത് തരും? നിങ്ങളെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ എനിക്ക് എന്ത് തരും? താൻ എന്ത് ചോദിച്ചാലും തരും. വാക്ക് വാക്ക. അതുപോലെ താനും എന്നോട് എന്ത് ചോദിച്ചാലും അത് തരാൻ ഞാനും ബാധ്യസ്ഥനാണ്. ഓക്കെ അല്ലേ? ആ, തോക്കാൻ പോകുന്ന ആളുടെ അമിത വിശ്വാസത്തെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. ഓക്കെ, തോൽക്കോ ജയിക്കോ എന്ന് നമുക്ക് ഗോതയിൽ കാണാം. ജസ്റ്റ് കൗണ്ട് ഓൺ യുവർ ഡേയ്സ്. ഓക്കെ? നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചാ അതിനോടനുബന്ധിച്ച് ഓരോന്നോരോന്നായി പ്രശ്നങ്ങൾ വരും. അതൊന്നും നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല, അങ്ങനെ വന്നു ചേരുന്നതാ. അപ്പൊ നമ്മള് പകച്ചുനിന്നിട്ട് കാര്യമില്ല. അവിടെ നമുക്ക് ഒരു വഴിയേ ഉള്ളൂ, തുടങ്ങി വെച്ചത് ഇട്ടിട്ട് ഒളിച്ചോടി പോവാ. അതല്ലാതെയുള്ള മാർഗം വരുന്ന പ്രശ്നങ്ങളെ ഏത് വിധേനയും തരണം ചെയ്യാന്നുള്ളതാ. അതില് നിന്റെ ചേച്ചി തെരഞ്ഞെടുത്ത മാർഗം എല്ലാത്തിനെയും തരണം ചെയ്യാന്നുള്ളതാ. എനിക്ക് പേടിച്ചോടാൻ കഴിയില്ല, കാരണം അത്രമാത്രം ദൂരം നമ്മൾ താണ്ടിക്കഴിഞ്ഞു. നിന്റെ പേടി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ചേച്ചിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. പേടിച്ചിട്ട് കാര്യവുമില്ല. വിജയോട് ഞാൻ മാന്യമായിട്ട് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞപ്പോ അവൻ എന്നെ തകർത്തേ തീരൂ. അങ്ങനെ തകർന്നാ ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ തകർക്കണം. അത് പറ്റില്ല മോളെ. ചേച്ചിക്ക് എങ്ങനെയാ ഇങ്ങനെ ക്രൂരവും ശാന്തവുമായിട്ടൊക്കെ അഭിനയിക്കാൻ കഴിയുന്നത്? സമ്മതിച്ചു, നേരത്തെ ഞാൻ കണ്ട ചേച്ചിയല്ല ഇപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്നത്. ഓരോരുത്തരെ ഓരോ വേഷം കെട്ടിക്കുന്നത് സാഹചര്യങ്ങളാണല്ലോ. നമ്മളായിട്ടുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടല്ലോ ചേച്ചി. ഇപ്പൊ കമ്പനിയുടെ കാര്യത്തിലുണ്ടായ ഇഷ്യൂ ഒന്ന് ശ്രദ്ധിച്ചിരുന്നേല് അങ്ങനെ നടക്കില്ലായിരുന്നല്ലോ. ചിലതൊക്കെ അനിവാര്യമായ സാഹചര്യങ്ങളാണ്. അത് നമ്മളറിയാതെ നമ്മളെ തേടി വരും. സത്യത്തിൽ എനിക്ക് ഇപ്പോഴും ചേച്ചിയെ പൂർണ്ണമായിട്ട് പിടികിട്ടുന്നില്ല. മനസ്സിലെ വൈരാഗ്യം വെറുപ്പും വെച്ചോണ്ട്
എങ്ങനെയാ ചേച്ചിക്ക് ഇങ്ങനെ സ്നേഹത്തോടെ സൗമ്യതയോടെ സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ കഴിയുന്നത്? അത്ഭുതമാണ്. എനിക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല. ആ അർച്ചനയാണെങ്കിൽ ആത്മാർത്ഥത കൂടി മെന്റലായിട്ടാ പെരുമാറുന്നത്. അവളെ മേക്കുന്നത് ആലോചിക്കാനേ വയ്യ. അർച്ചനെ വളരെ ക്ഷമയോടെ വേണം കൈകാര്യം ചെയ്യാൻ. അതൊരു പളുങ്ക് പാത്രം പോലെയാ. താഴെ വീണുടയാതെ നോക്കണം. കൈവെള്ളയിൽ ഇങ്ങനെ ഇരുന്ന് തിളങ്ങുന്നത് വരെ അതിനായുസുള്ളൂ. താഴെ വീണുടയാതെ നോക്കേണ്ടത് ഇപ്പൊ നമ്മുടെ ആവശ്യം. ആവശ്യം കഴിഞ്ഞ് നമ്മളിട്ട് ഉടയ്ക്കുന്നത് വരെ. ചേച്ചി, അർച്ചന, ഞങ്ങൾ ഇത്ര നേരം മോളെക്കുറിച്ച് പറയായിരുന്നു. നിന്റെ നല്ല മനസ്സിനെക്കുറിച്ചും പ്രവൃത്തിയെക്കുറിച്ചും. പാവം ആ മാനേജറുടെ കാര്യം ഓർത്ത് അർച്ചന വിഷമിക്കണ്ട. അവൻ എന്തൊക്കെ ദ്രോഹം ചെയ്താലും ഇത്രയും കാലം നമ്മുടെ കമ്പനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതല്ലേ. സച്ചിയായിട്ട് ആലോചിച്ച് നമുക്ക് വേണ്ടത് ചെയ്യാം. അത് പോട്ടെ, മറന്നുകളാ. ഇന്ന് ആ സ്ത്രീയെ കണ്ടപ്പോ എനിക്ക് പാവം തോന്നി. നന്നായി എടുത്തി. അവരുടെ കണ്ണീര് വീണ അത് ഫലിക്കും. അയാൾ എന്തോ ആവട്ടെ, ആ പാവ സ്ത്രീയും കുട്ടികളും എന്ത് പിഴച്ചു അല്ലേ? അവനവൻ ചെയ്യുന്നത് അവനവൻ അനുഭവിക്കും, അത്ര തന്നെ. അതിന് നമ്മൾ ചുമക്കണോ? അങ്ങനെ പറയില്ല എനിക്ക്. ചില നേരത്തെ വിവരക്കേടുകൾ കൊണ്ട് അങ്ങനെ ചെയ്തു പോയാ അത് നമുക്ക് ക്ഷമിക്കാവുന്നതല്ലേ? അതാണ് ശരി അനഘ. അർച്ചന പറഞ്ഞതാ ശരി. തെറ്റുകൾ മനുഷ്യന് സംഭവിക്കുന്നതല്ലേ. ക്ഷമിക്കാനും നമുക്കേ കഴിയൂ. സമ്മതിച്ചു ചേച്ചി. ഓന്തിന്റെ സ്വഭാവം തന്നെ. അപ്പം നിറം മാറും. കോപം വന്നാലും ആ കോപത്തെ സ്വന്തം മുഖഭാവത്തിൽ പ്രകടിപ്പിക്കാൻ പാടില്ല. എന്തിനും മാന്യമായ രീതിയിൽ മാത്രമേ നമ്മൾ പ്രതികരിക്കാവൂ. അതാണ് ഒരു തന്ത്രശാലിയുടെ വിജയരഹസ്യം. എന്താ ഒരു ഗൗരവം? രാവിലെ പോയപ്പോ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. മനസ്സിന് വല്ലാത്തൊരു വിഷമം സച്ചേട്ടാ. കാരണം മനുഷ്യന്റെ ചില അവസ്ഥകൾ കാണുമ്പോൾ നമ്മളായിട്ട് അതിനൊരു കാരണം കൂടി ആവുമ്പോൾ വല്ലാത്ത വിഷമോ കുറ്റബോധമോ ഒക്കെ തോന്നില്ലേ സച്ചേട്ടാ? താൻ കാര്യം പറയടോ. ഇന്ന് പഴയ മാനേജറുടെ ഭാര്യ വന്നിരുന്നു. എന്തിന്? ഇനി ഭാര്യയെ കൊണ്ട് വീട്ടിൽ കയറി ഇറങ്ങി നാടകം നടത്താനാണോ? റാസ്കൽ. ഇങ്ങനെയൊന്നും പറയല്ലേ സച്ചേട്ടാ. ശരിയോ തെറ്റോ, ഞാൻ അയാളെ ന്യായീകരിക്കാനൊന്നും പറയുന്നല്ല. ആ പാവ സ്ത്രീയുടെ കണ്ണീര് കണ്ടപ്പോ സഹിക്കാൻ പറ്റിയില്ല. അയാള് പറഞ്ഞു വിട്ടതാവും. കണ്ണീരും കഥനകഥയും പറഞ്ഞ് തന്നെ പാട്ടിലൊക്കെ എളുപ്പമാണെന്ന് അയാൾക്ക് നന്നായി അറിയാം. 1-2 ലക്ഷങ്ങളല്ല കമ്പനി അയാൾ തട്ടിയെടുത്തത്. ഞാനൊന്നും വെറുതെ വിടണമെന്നല്ല പറയുന്നത്. പക്ഷേ ഒരു പാവ സ്ത്രീയുടെയും അവരുടെ കുഞ്ഞുമക്കളുടെയും മനസ്സറിഞ്ഞ കണ്ണീര് നമ്മുടെ കുടുംബത്തിൽ വീഴരുത്. അത് താങ്ങാൻ നമുക്ക് ശേഷി ഉണ്ടാവില്ല.